ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഐഡിയയുമായിട്ടാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോണ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെറും 4 ഉള്ളൂ. ഒന്നാമത് സ്കെയില്, പിന്നെ ഒരു DVD മാർക്കർ, പിന്നെ കുറച്ച് കമ്പി കഷ്ണം, പിന്നെ ഒരു കട്ടിംഗ് പ്ലെയർ. ഈ 4 സാധനം ഉപയോഗിച്ച് നമുക്ക് കിടിലനായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി വൃത്തിയായിട്ട് അത് മടക്കുക എന്നുള്ളതാണ്. നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന സാധനം നമ്മൾ ഫോണിൻ്റെ ഹോൾഡറാണ്. അതപ്പോൾ ഫോണിൻ്റെ സൈഡിൻ്റെ അളവ്, പിന്നെ അതിൻ്റെ പരപ്പ്, അതിൻ്റെ അളവെടുത്ത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ആ കമ്പി കൃത്യമായിട്ട് വളയ്ക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ വളയ്ക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ 2 ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ചിലവർക്കെങ്കിലും അത് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ചാർജർ നീളില്ലായ്മ, പിന്നെ അത് നമ്മൾ ഷോക്കേസിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കവറിൽ കെട്ടി തൂക്കുക, പിന്നെ ചാർജറിൽ തൂക്കിയിടുക. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമില്ല. ഏകദേശം പകുതിയോളം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചും കൂടി ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് വളയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് വളയ്ക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷായിട്ട് വരുള്ളൂ.
ഏകദേശം വർക്ക് ഫിനിഷാകാനായി. ഇനി നമ്മൾ അടുത്തായി ചെയ്യുന്നത് ഇതിനെന്ന് കഴിഞ്ഞാൽ ചുമരിൽ പിടിപ്പിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ അത് ഫോണിൻ്റെ ബാക്ക് മുട്ടാത്ത രീതിക്ക് ചെറുതായിട്ട് ഉള്ളിലേക്ക് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് മടക്കി വെക്കണം. അപ്പോൾ നമുക്ക് നല്ല ആദ്യമൊക്കെ ടൈറ്റ് ചെയ്തിട്ട് ഫിറ്റാക്കാം. കമ്പിൻ്റെ ആവശ്യമില്ലാത്ത പോലെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. നമ്മൾ ചുമരിൽ പിടിപ്പിക്കേണ്ട ഭാഗം നമ്മൾ കട്ടിലിൽ ഉപയോഗിച്ച് വളച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ സാധനം ഫിനിഷായിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ് ചുമരിൽ പിടിപ്പിക്കാം. ഞാനിവിടെ വാതിലിൻ്റെ കട്ടിലിന് സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തു. അപ്പോൾ അതിന് ആദ്യം ഒരു ഫോട്ടോ ഉണ്ടാക്കണം. കട്ടിലിന് നല്ല ടൈറ്റായിട്ട് നമ്മൾ സ്ക്രൂ മുറുക്കണം. ഫോൺ വെച്ച് കഴിഞ്ഞാൽ നല്ല വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കട്ടിലിന് തന്നെ പിടിപ്പിക്കണമെന്നില്ല. നമുക്ക് ചുമരിന്മേൽ ഡ്രില്ല് ഉപയോഗിച്ചൊരു ഹോളിട്ടിട്ട് അതിൽ ഫിഷറിട്ട് നമുക്ക് വൃത്തിയായിട്ട് അത് പിടിപ്പിക്കാം. അടിഭാഗത്തിന് നമുക്ക് ചെറിയൊരു സ്പോഞ്ചിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം. അത് ഗമ്മുള്ളവർ ഗമ്മ് വെച്ച് നമുക്ക് ഒട്ടിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ വെച്ച് കൊടുത്താൽ ടൈറ്റ് നിൽക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ഫോൺ അതിൽ വെക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഫോണാണ് വെച്ചത്. ഇനി ചെറിയ ഫോൺ വെച്ചു. ഇനി ഒരു കുറച്ച് വലിപ്പമുള്ള ഫോൺ. അത് നമുക്ക് 3 തരത്തിലുള്ള ഫോണ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഫോൺ ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് വർക്ക്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ചാർജ് ചെയ്യുന്ന സമയത്ത് കവറിന് തൂക്കിയിടുക, ചാർജറിൻ്റെ വയറിന് തൂക്കിയിടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയും വീഡിയോയുമായി പിന്നീട് കാണാം.